നമ്മൾ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. നല്ല മഴയാണ്. എനിക്ക് ഇവിടെ ഫോൺ എടുക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം ഇവിടെ എന്താ പറയുക, കള്ളന്മാർ കുറച്ചധികം കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ അടുത്തിങ്ങനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്, നമ്മളിവിടെ KR മാർക്കറ്റൊക്കെ ഒന്ന് കണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡ് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് ഒരക്കയോട് ചോദിച്ചപ്പോൾ കൈയോട് ആക്ഷൻ കാണിച്ചെന്ന് ഉരുത്തൻ ഇടത്തോരപ്പോൾ. അപ്പോൾ അതാണ് ബസ് സ്റ്റാൻഡ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ, ഗൂഗിളല്ല മറ്റേ ലൊക്കേഷൻ ഇട്ടപ്പോൾ എവിടേക്കോ കാണിച്ചു. അപ്പോൾ ഒരിക്കൽ എനിക്ക് വഴി തെറ്റി. അതുകൊണ്ട് ഞാൻ ഒരു അക്കയോട് ചോദിച്ചു. അപ്പോൾ അക്ക എനിക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നു ഗൈസ്. എല്ലാവരും എന്നെ നോക്കുന്നു ഗൈസ്. അയ്യോ. അപ്പോൾ അതാണ് ബസ് സ്റ്റാൻഡ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ ഇവിടെ KR മാർക്കറ്റിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എല്ലാ സൺഡേയും ഞാനതെങ്ങനെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഈ സൺഡേ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വില കുറച്ച് കിട്ടും. BMTC എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് വില കുറച്ച് കിട്ടുന്നതായിരിക്കും. സോറി നമുക്ക് അപ്പുറത്തേക്കാണ് പോകേണ്ടത്. എങ്ങനെ പോകേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ സൺഡേ മാർക്കറ്റ് പറയുകയാണെങ്കിൽ എല്ലാ സൺഡേയും നമ്മുടെ KR മാർക്കറ്റിൽ ഓപ്പൺ ആവുന്നൊരു മാർക്കറ്റാണ് സൺഡേ മാർക്കറ്റ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വില കുറച്ച് കിട്ടുന്നതായിരിക്കും. വില കുറച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ 100 രൂപക്കൊക്കെ കിട്ടും, ചെറിയ ചെറിയ പൈസയ്ക്ക്. ഓക്കെ. പിന്നെ Turn left onto Kalasipalya Main Road, Nawab Haider Ali Khan Road. ഞാൻ പറഞ്ഞില്ല, തീരെ ക്ലീൻ ഇല്ലാത്തൊരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എവിടെയാണോ എൻ്റെ ബസ്സുള്ളത്? ഇവിടുത്തെ പേരുകളൊക്കെ നമുക്ക് വായിക്കാൻ. അയ്യോ. Turn left onto Kalasipalya Main Road, Nawab Haider Ali Khan Road. നമുക്ക് എവിടെയെങ്കിലും പോവാം ഗൈസ്, അങ്ങോട്ടെങ്കിലും പോവാം ഗൈസ്. വഴുതി പോവാന്നല്ല എനിക്ക് പേടി. അപ്പുറത്തെ അണ്ണാ ബസ് സ്റ്റാൻഡ് ഇത് തന്നെ. BMTC ബാക്ക് സൈഡാ. അയ്യോ ഗൈസ്, BMTC ഇതിൻ്റെ ബാക്കിലാണ്. ഓക്കെ, നമുക്ക് BMTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഇവിടെ എവിടെയോ ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് തപ്പി പോവാം ഗൈസ്. ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ ടോയ്ലറ്റിൽ വേണ്ട, വൃത്തികേടായിരിക്കും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് BMTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ പിറകിലാണ് നമ്മുടെ BMTC ബസ് സ്റ്റാൻഡ് കേട്ടോ. Turn left onto Second Cross Road. ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണോ? ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഗൈസ്. നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തി. പക്ഷേ തള്ളിപ്പുള്ളിയാണ് വീഡിയോയിലെ. നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നോക്ക്. ഫുള്ള് ഇനിയിപ്പോൾ എൻ്റെ ബസ്സാണ്, ഞാൻ KR മാർക്കറ്റ് ബസ്. ഇതാണ് ഇവിടുത്തെ BMTC ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡൊക്കെ കണക്ക് തന്നെയാണ്, പക്ഷേ കുഴപ്പമില്ല.
ബസ് എവിടെയാണോ ഗൈസ്? നമ്മൾ ബൊമ്മനഹള്ളിയിലേക്കുള്ള ബസ്സാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ബസ്സുകൾ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും, കാരണം സ്കൂളൊക്കെ വിടുന്ന സമയമല്ലേ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ വരുന്ന സമയം. ഇപ്പം ഏകദേശം എത്ര സമയമായി കാണുന്നില്ല, എത്ര സമയമായി ഗൈസ്? അപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ടോ? ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞില്ലല്ലോ. ഞാൻ മുന്നേ ഒരിക്കൽ ഇവിടെ KR മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഈ ബസ് സ്റ്റാൻഡ് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ പോകുന്ന ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി. അപ്പോൾ റോഡ് മാറി. ലൊക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ ലൊക്കേഷൻ ഏതൊക്കെയോ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ബസ് എവിടെ? അപ്പോൾ ഗൂഗിൾ മാപ്പ് എന്നെ സ്ഥലം തെറ്റിച്ചു. ഞാൻ ലൊക്കേഷൻ അടിച്ചപ്പോൾ ഞാൻ പോയി വേറെ ഏതോ റൂട്ടിൽ പോയി. അപ്പോൾ അവിടെയാണെങ്കിൽ ഏത് ബസ് കാണിച്ചാലും അത് മടിവാള നിൽക്കില്ല, ബൊമ്മനഹള്ളി പോവില്ല എന്നൊക്കെ പറയുന്നത്. KR മാർക്കറ്റ് എന്നൊക്കെ പേര് കാണുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, മാർക്കറ്റ് പോവില്ല എന്ന് പറഞ്ഞു. അതായത് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആകെ പേടി, കാരണം ആരുമില്ല ചോദിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ബഗൂർ എന്നൊക്കെ പറയുമ്പോൾ അവർ ഓരോരാൾക്കും ഓരോരോ ദിശയിലേക്കാണ് എന്താ പറയുക വഴി കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെ പേടിയായി, എനിക്ക് കരച്ചിലൊക്കെ വന്നു. അതാണ് ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ബസ് സ്റ്റാൻഡൊക്കെ ഏകദേശം ഒന്ന് അറിഞ്ഞു വെച്ചു എവിടെയൊക്കെയാണെന്ന്. ബഗൂർ ബസ് എവിടെ? അപ്പോൾ എൻ്റെ ബസ് ഏകദേശം ഇവിടെയാണെന്ന് തോന്നുന്നു. സോമസുന്ദരപ്പാളയ. അപ്പോൾ നമ്മുടെ ബസ് എവിടെയാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഒരു ബസ് എവിടെയെങ്കിലും കിട്ടും. അപ്പം ഗൈസ് ഫൈനലി ഞാൻ ബസ് കയറിയിട്ടുണ്ട്.